ഹായ് അസ്സാം വലൈക്കും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആണോ ഗുഡ് ആഫ്റ്റർനൂൺ ആണോ എന്നൊന്നും അറിയില്ല. ഞാനിപ്പോൾ ഉറങ്ങി എണീക്കുന്നത്. ഇന്ന് നോമ്പ് 11 നമ്മളെ വായിൽ. അപ്പോൾ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ലിസ്ന എന്നാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ കാരണം എല്ലാവരും ഇങ്ങനെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോഴും ഞാൻ വിചാരിക്കും ഏതെങ്കിലും ഒരു ദിവസം അനക്കും വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇന്ന് ഉറങ്ങി എണീച്ചപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു വീഡിയോ എടുത്താലോ എന്ന്. അപ്പം ഇന്നൊരു സർപ്രൈസ് ഉണ്ട്. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ നല്ല ഗൈസ് നോമ്പ് തുറക്കാൻ പോകുന്നത്. ഞാൻ പോകുന്നത് എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലാണ്. സിസ്റ്ററിനാണെങ്കിൽ ഞാൻ പറയാണ്ടാണ് പോകുന്നത്. കാരണം പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അവൾ ഭയങ്കര പയ്യാരാക്കും. ഒരു മിനിറ്റ്. അപ്പോൾ പറഞ്ഞിട്ട് പോയാലാണെങ്കിൽ അവൾ ഭയങ്കരമായിട്ട് പയ്യാരാക്കും. കുറേ ഫുഡ് ഉണ്ടാക്കും. ഓക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ ആരെങ്കിലും അവളെ വീട്ടിൽ പോകുന്നെന്ന് പറയുമ്പോൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഫുഡ് ഉണ്ടാക്കും, തിരക്കിട്ട് കളിക്കും. അവനെ വെച്ച് പറയാണ്ട് പോവാം, ഒരു സർപ്രൈസ് കൊടുക്കാൻ. പക്ഷെ പറയാണ്ട് പോയാലും മൂഡ് ഓഫ് ആവുമെന്ന് അറിയില്ല. എന്തായാലും ഓക്കെ ഉണ്ടാക്കിയത് നമുക്ക് തന്നാ നോക്ക്. ഞാൻ എന്നെ കാണുമ്പോൾ എനിക്ക് എന്നെ പേടിയാണ്. എന്താണ് ഗൈസ് എൻ്റെ മുടിൻ്റെ കോലൊക്കെ കണ്ടു. അപ്പോൾ ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എണീച്ച് ബാത്റൂം പോയി പല്ലേച്ച് കുളിച്ച് ഫസ്റ്റ് നിസ്കരിച്ചിട്ട് നമുക്ക് പോകാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ ഓക്കെ, അതിന് ശേഷമുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ് എൻ്റെ ബാത്റൂമിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പല്ലേപ്പ് കുളി അതെല്ലാം കഴിഞ്ഞ് ഞാൻ അങ്ങനെ ലോഹറ് നിസ്കരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. നിസ്കാരമെല്ലാം കഴിഞ്ഞ് പഠിച്ചുകൊണ്ട് ഒരുപാട് ദുആയിരുന്നു. ദുബായിലുള്ള എൻ്റെ മക്കൾ ദുബായിലുണ്ട്, എൻ്റെ ആങ്ങളാരുണ്ട്, പിന്നെ എൻ്റെ കുറേ ഫാമിലി റിലേറ്റീവ്സ്, അതായത് നമുക്കറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവർക്കും ആർക്കൊരു ബുദ്ധിമുട്ടില്ലാണ്ടിരിക്കാനും ഈ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് നല്ല നിർത്തലാക്കി എല്ലാ രാജ്യങ്ങളും സ്നേഹത്തിലും സമാധാനത്തിലും സൗഹൃദത്തിലും പോകാൻ വേണ്ടിയിട്ട് പഠിച്ചവനോട് ദുആ ഇരുന്നിട്ടുണ്ട്. പഠിച്ചവൻ നമ്മുടെ ദുആ സ്വീകരിക്കട്ടെ. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ പോകുമ്പോൾ ബാക്കി വീഡിയോസ് നമുക്ക് എടുക്കാം. അപ്പോൾ ഓക്കേ. അപ്പോൾ ഗായ്സ് എൻ്റെ ഒരുവിധം പണിയെല്ലാം കഴിഞ്ഞ് ഞാനിതെൻ്റെ വീട് പൂട്ടാണ്. സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് ഒരു 6-7 കിലോമീറ്റർ ഉണ്ട് എൻ്റെ തറവാട്ടിലേക്ക് പോവാൻ. അപ്പോൾ പോകുന്ന വഴിക്ക് നോമ്പ് തുറക്കാൻ പോകുന്നല്ല, എന്തെങ്കിലും കൊണ്ടുപോയിട്ടില്ലെങ്കിൽ മോശം അറിയിക്കാണ്ട് പോവുകയും ചെയ്യുന്നു. അപ്പം അങ്ങനെ ഇതാ ഇനി കാറിലേക്ക് കയറട്ടെ. അങ്ങനെ ഗായ്സ് ഞാൻ കാർ ഓപ്പണാക്കി കാറിലേക്ക് പോവുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഫ്രൂട്ട് ഷോപ്പിൽ കയറിയിട്ട് എന്തെല്ലാം വാങ്ങുന്നത് നോക്കാം. ഞാൻ ഫ്രൂട്ട്സൊന്നും വാങ്ങുന്നില്ല, കാരണം ഫെമീത്ത ഫ്രൂട്ട്സിന് കുറച്ച് വിഷമമുള്ള ആളാണ്. ഇഷ്ടമില്ലായിട്ടല്ല, ഓക്ക് ഫ്രൂട്ട്സ് മുറിച്ച സ്ഥലത്ത് ഈച്ച വരും, അങ്ങനെയെല്ലാം ഉള്ള പ്രശ്നങ്ങളുണ്ട് ഫെമീത്താക്ക്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല മുട്ടയും കായും ഒക്കെ വാങ്ങാം. അതാകുമ്പോൾ നോമ്പിന് നല്ലോണം ചിലവാകുന്ന സാധനമാണ് ഗൈസ് ഇതാ. അപ്പോൾ അങ്ങനെ ഞാനിത് എൻ്റെ വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി ഷോപ്പിലെത്തിയിട്ട് എടുക്കാം ബാക്കി വീഡിയോ. അപ്പോൾ ഗൈസ് ഞാൻ എങ്ങനെ ഇതാ ഫ്രൂട്ട്സും എല്ലാം ഉള്ള ഷോപ്പിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് അങ്ങനെ ഞാൻ ഇവിടെ വീട്ടിലെത്തി, ഏട്ടത്തിൻ്റെ അടുത്ത് എത്തി. ഏട്ടത്തിക്ക് പെട്ടെന്ന് നെട്ടലായിരുന്നു, സർപ്രൈസ് ആയിരുന്നല്ലോ. അപ്പോൾ ഇതാ ഇവിടെ ഞാൻ വന്നിട്ട് ഇവർ പത്തക്കല്ല ഇപ്പാണ് കട്ട് ചെയ്യുന്നത് ആക്കുന്നുണ്ട് ഗൈസ്. ഇത് കണ്ട എന്തെല്ലോ സ്പെഷ്യൽ. വാവ്, അപ്പോൾ ഞാൻ വരാമെന്ന് അറിഞ്ഞു നിങ്ങൾ ഇല്ല. അപ്പോൾ ഗായ്സ് ഞാനിവിടെ സർപ്രൈസ് ആയിട്ട് വന്നിട്ട് ഞാൻ സർപ്രൈസായി. ഫെമീത്തൊക്കെ ഒരുപാട് സാധനം ഉണ്ടാക്കി. ഇതെന്തെന്നാ? ഇത് സ്ലൈഡർ, ഇത് നമ്മളെ മുളക് പൊടി ഉണ്ട, സമൂസ, കല്ലുമ്മക്കായി, പഴം നിറച്ചത്, ഇറച്ചിപ്പത്തിൽ, മുട്ട പൊരിച്ചത്, ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ ജ്യൂസും ഫ്രഷ് ഫ്രൂട്ടും ഇപ്പോൾ വെച്ചിട്ടില്ല. ബാങ്ക് കൊടുക്കാൻ ഇനി ഒരു 10 മിനിറ്റ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഗായ്സ് അങ്ങനെ നമ്മൾ നോമ്പ് തുറന്നു, മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞു, ഖുർആൻ ഓതി കുറച്ച് നേരം വെറുതെ ഇങ്ങനെ കിടന്നു സിസ്റ്ററുമായിട്ട് സംസാരിച്ചു. അങ്ങനെ സിസ്റ്റർ ഇപ്പോൾ നമുക്കിവിടെ ഡിന്നർ കൊണ്ടുവച്ച് നല്ല ഇറച്ചിച്ചോറുണ്ട്. പക്ഷേ ചട്ടിന് വെച്ച പാത്രം കണ്ടു,
ഇവിടുത്തെ സ്പെഷ്യലാണ് ഗൈസ്. ഈ അച്ചാറുണ്ട്, നല്ല ടേസ്റ്റാണ് ഈ അച്ചാർ. ഒന്നാമത് നോമ്പ് തുറന്നാൽ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും പാത്രയിൽ കഴുകി വെക്കാൻ. ഇവിടെ പ്ലേറ്റും കൊണ്ട് വെച്ചിട്ടുണ്ട്. വേണ്ടത് ആവശ്യത്തിന് ഏറെ ഇട്ടാൽ മതി ഗൈസ്. പിന്നെ ഇതാ നേരത്തെ ഫ്രൂട്ട്സ് ബാക്കിയുണ്ട്. അതിൻ്റെ അടിയിൽ എന്തെല്ലാം ഉള്ള കടികളെല്ലാം അപ്പോഴും ബാക്കിയാണ്. അതാണ്ടാ ഇവിടെ എല്ലാം ബാക്കിയാണ് ഗൈസ്. അത് വേണേൽ നമുക്ക് അത്തായത്തിന് തിന്നാം. ഓക്കെ. അപ്പോൾ ഗൈസ് ഇറച്ചിച്ചോറ് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. അപ്പം ഞാൻ തിന്നെടുക്കാണ്. ഇൻഷാല്ലാ ഞാൻ പറയാതെ വന്നിട്ടും ഫെമി തൊട്ടും മോശമാക്കിയില്ല, അടിപൊളിയാക്കിന്. ഇനി ഞാൻ എൻ്റെ ഫെമിത്താനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഫെമിത്ത. അപ്പോൾ ഇതാണ് ഗൈസ് ഫെമിത്ത. ഫെമിത്തനെ ചിലപ്പോൾ എല്ലാവർക്കും പരിചയം ഉണ്ടാവും, സെജില സലീമിൻ്റെ വ്ളോഗിലടക്ക് വരാറുണ്ട്. ഇത് ഫെമിത്താൻ്റെ ഒരു മോളാണ്. മുഖം കാണിക്കേ. അപ്പോൾ ഗൈസ് ഇത് ഫെമിത്താൻ്റെ ലാസ്റ്റത്തെ മോളാണ് ഹെന. ഇത് എൻ്റെ മോളാണ്. എല്ലാവർക്കും ഭയങ്കര നാണമാണ് ഗൈസ്. അപ്പോൾ ഓക്കെ. അപ്പോൾ എനിക്ക് നിങ്ങളോടെല്ലാം പറയാനുള്ളത്, ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈം ചെയ്യാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളെ ലൈക്ക് നോക്കിയിരിക്കും ഇനി അടുത്ത വീഡിയോ എടുക്കണ്ടേ വേണോ എന്നുള്ളത് എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നുണ്ട്, ഒരുപാട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടാവും. അപ്പോൾ എല്ലാവരും മാപ്പാക്കാം. ഓക്കെ, ബായ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അറിയിക്കുക, അടുത്ത വീഡിയോ ആയിട്ട് വരും. ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഇത് എൻ്റെ ലാസ്റ്റ് വീഡിയോ ഫസ്റ്റ് വീഡിയോ ആയിരിക്കും ഗൈസ്. അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്.